ഹായ് ഓൾ, വെൽക്കം ടു ആര്യസ് ഹിസ്റ്റോറിക്ക. സോ ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക്ക് സോഴ്സസ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ക്ലാസ് 1 സോഴ്സസ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യ. അപ്പോൾ എന്താണ് സോഴ്സസ്? സോഴ്സസ് ആർ എവിഡൻസ് ദാറ്റ് ഹെൽപ്പ് us റീകൺസ്ട്രക്ട് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി. നമുക്ക് സോഴ്സസ് മൂന്നായിട്ടാണ് നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത്. ഒന്ന് ആർക്കിയോളജിക്കൽ സോഴ്സസ്, അതിനകത്ത് നമുക്ക് മെയിനായിട്ടും വരുന്നത് ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസ്, ഇതെല്ലാം ആർക്കിയോളജിക്കൽ സോഴ്സസിൽ വരുന്നതാണ്. ലിറ്റററി സോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിൽ വരുന്നത് ഈ ബുക്സ്, ഫോർ എക്സാമ്പിൾ അർത്ഥശാസ്ത്ര അല്ലേ, അതുപോലെ രാജതരംഗിണി, ഇതൊക്കെ ലിറ്റററി സോഴ്സസിൽ വരുന്നതാണ്. ഇനി ഫോറിൻ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഫോറിൻ ട്രാവലേഴ്സിൻ്റെ അക്കൗണ്ട്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക, കിതാബ് അൽ ഹിന്ദ്, അൽബറൂണിൻ്റെ കിതാബ് അൽ ഹിന്ദ്, ഇതൊക്കെ ഫോറിൻ അക്കൗണ്ട്സിൽ വരുന്നതാണ്. നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദിക്കും, അവരുടെ കോൺട്രിബ്യൂഷൻസ് ചോദിക്കും, എന്തെല്ലാമാണ് ആ ബുക്സിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കും. സോ നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി സോഴ്സസ് വൺ ബൈ വൺ. ഫസ്റ്റ് വൺ ആർക്കിയോളജിക്കൽ സോഴ്സസ്. ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെറ്റീരിയൽ റിമെയിൻസ് ആണ് അതിൽ വരുന്നത്. അതായത് മെയിനായിട്ടും ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻസ്ക്രിപ്ഷൻസിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻസ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ആ ഒരു റൂളറിനെ കുറിച്ച് അറിയാൻ പറ്റും ആ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ആ ഒരു റൂളറിൻ്റെ കോൺക്വസ്റ്റുകൾ, പിന്നെ ആ ഒരു കാലഘട്ടത്തിലെ സൊസൈറ്റി, പൊളിറ്റിക്സ്, എക്കണോമി, അല്ലേ, എല്ലാ കാര്യങ്ങളും നമുക്കതിലൂടെ അറിയാൻ പറ്റും. പിന്നെ കോയിൻസ്, മോണ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ടെമ്പിൾസ് ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരും. അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സ്, അല്ലേ, പിന്നെ പോട്രി ആണെന്ന് നമുക്കറിയാം, PGW, NBPW പോലുള്ള പോട്രി, പിന്നെ ഒരുപാട് സൈറ്റുകൾ. ഇനി ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച് പറയാം. ഇൻസ്ക്രിപ്ഷൻസ് നമുക്കറിയാം ഈ പറയുന്ന ഹാർഡ് സർഫസിൽ, റോക്കിൽ, പില്ലറിൽ, കേവിൽ ഒക്കെ കൊത്തി വെക്കപ്പെടുന്ന റൈറ്റിങ്സാണ് ഈ പറഞ്ഞ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രൈമറി സോഴ്സിൽ വരുന്നതാണ്. നമുക്ക് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയാൻ പറ്റും, അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അറിയാൻ പറ്റും, ഇല്ലേ, റിലീജിയനെ കുറിച്ച് അറിയാൻ പറ്റും. ഇപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ഇൻസ്ക്രിപ്ഷൻസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം അശോകൻ്റെ ഒരുപാട് ഈ പറഞ്ഞ റോക്ക് എഡിക്റ്റ്, പില്ലർ എഡിക്റ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അലഹാബാദ് പില്ലാർ ഇൻസ്ക്രിപ്ഷൻ, അല്ലേ, സമുദ്രഗുപ്തയുടെ അലഹാബാദ് പില്ലാർ ഇൻസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ പ്രയാഗ് പ്രശസ്തി. പിന്നെ ജുനഗദ് ഇൻസ്ക്രിപ്ഷൻ, രുദ്രമൻ്റെ, കരവേല ഓഫ് കലിംഗയുടെ ഹതികുംബ ഇൻസ്ക്രിപ്ഷൻ, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ലിറ്റററി സോഴ്സസ്. ലിറ്റററി സോഴ്സസ് നമുക്കറിയാം മെയിനായിട്ടും വരുന്നത് ടെക്സ്റ്റുകളാണ്. പല ഓതേഴ്സ് പല കാലഘട്ടത്തിൽ എഴുതിയതാണ്. അപ്പം ഇതിലൂടെ നമുക്ക് റിലീജിയൻ, സൊസൈറ്റി, പൊളിറ്റിക്സ്, എക്കണോമി എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനൊരു മെയിനായിട്ട് വരുന്നൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ പല ലിറ്റററി സോഴ്സുകളും പേട്രൻസിന് പുകഴ്ത്തി എഴുതിയേക്കുന്ന സോഴ്സസ് ഉണ്ട്. അതിനകത്ത് മിത്സ് വരാം, എക്സാഗ്രേഷൻസ് വരാം, പേഴ്സണൽ ബയാസ് വരാം. ഫോർ എക്സാമ്പിൾ ബാണഭട്ടയുടെ ഹർഷചരിത, അതിൽ ഹർഷയെ പുകഴ്ത്തി എഴുതിയിരിക്കുകയാണ്, പേട്രനെ പുകഴ്ത്തി എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സോഴ്സസ് എല്ലാം ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് വേണം അതിനെ പഠിക്കാനായിട്ട്. പിന്നെ ബാക്കി ലിറ്റററി സോഴ്സസിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ വേദിക് ലിറ്ററേച്ചർ, ബുദ്ധിസ്റ്റ്, ജെയിൻ, ഇതിനകത്തൊക്കെ ഒരുപാട് ടെക്സ്റ്റുകൾ വരുന്നുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഫോറിൻ അക്കൗണ്ട്സ്. ഫോറിൻ അക്കൗണ്ട്സിൽ മെയിനായിട്ടും റൈറ്റിങ്സ്, അല്ലേ, ഫോറിൻ ട്രാവലേഴ്സിൻ്റെ, മെർച്ചൻസിൻ്റെ ഒക്കെ റൈറ്റിങ്സ് ആണ് അതിൽ വരുന്നത്. അപ്പം അതിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് മെഗസ്തനീസിൻ്റെ ഇൻഡിക നമ്മൾ ഓർത്തിരിക്കണം. മെഗസ്തനീസ്, ഫാഹിയാൻ, ഹ്വാങ്സാങ്, അതുപോലെ അൽബറൂണി, ഇതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാർട്ട് എന്തായാലും എക്സാമിന് ചോദിക്കും, ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് പഠിച്ചിട്ടേ പോകാവുള്ളൂ, ഒന്നുപോലും സ്കിപ്പ് ചെയ്യരുത്. ഇത് കൂടാതെ ഇനിയും ഉണ്ട്. ഞാൻ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്സും ഓതേഴ്സും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ നമുക്കറിയാം ഇപ്പം പലതും നമ്മൾ കോഡ്സ് ഉപയോഗിച്ച് പഠിക്കുന്നതായിരിക്കും എളുപ്പം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാട്യശാസ്ത്ര ഭരതയുടെ ആണെന്നുള്ളത് ഞാൻ ഓർത്തിരിക്കുന്നത് കമലദള മൂവിയിൽ ലാലേട്ടൻ പറയൂലേ, ഭരതമുനിയുടെ നാട്യശാസ്ത്രം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനത് ഓർത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലപ്പതികാരം, ഇളങ്കോ അടികളുടെ ചിലപ്പതികാരം, അത് ഞാൻ ഓർത്തിരിക്കുന്നത് മണിച്ചിത്രത്താഴ് മൂവിയിൽ ഒരു സോങ് ഉണ്ട്, അല്ലേ, ഒരു മുറയെന്ന് പറഞ്ഞ ആ ഒരു പാട്ടിനകത്ത് ഇളങ്കോ അടികൾ ചിലമ്പു നൽകി എന്നും പറഞ്ഞൊരു വരിയുണ്ട്. ഇളങ്കോ അടികൾ ചിലമ്പു നൽകി, ഈ ഒരു വരി. അപ്പം അതുകൊണ്ട് എനിക്കത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചുറ്റും തന്നെ ഈ കോഡ്സിനുള്ള ഒരു ക്ലൂസ്, നമുക്ക് കോഡ് ഉണ്ടാക്കാനുള്ളത് നമുക്ക് കാണും. അപ്പോൾ അത് നിങ്ങളുടെ കംഫർട്ടബിളിനനുസരിച്ച് നിങ്ങളത് മേക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബുദ്ധചരിതാഭ, അശ്വഘോഷ, രാജതരംഗിണി, കൽഹാന, അർത്ഥശാസ്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഉറപ്പായിട്ടും അത് പഠിക്കണം. അർത്ഥശാസ്ത്ര, കൗടില്യ.
അതുപോലെ സംഘം ലിറ്ററേച്ചർ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ പരിശിഷ്ട പർവാണ ബൈ ഹേമേന്ദ്ര, അത് ജെയിൻ വർക്കാണ്. അപ്പം ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ചോദിക്കും. പക്ഷെ ഇപ്പം നിങ്ങൾ ബേസിക്കായിട്ടും ബുക്സ്, ഓതേഴ്സ് ഇത് പഠിച്ചു വെക്കുക. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിനകത്തുനിന്നും നമുക്ക് ചോദിക്കും, ഈ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കും. അപ്പം നമുക്കിനി കുറച്ച് PYQs നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസംബർ 2025 ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അർത്ഥശാസ്ത്രത്തെക്കുറിച്ചുള്ളതാണ്. എപ്പോഴും ഓർത്തിരിക്കുക, അർത്ഥശാസ്ത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് അർത്ഥശാസ്ത്ര? അർത്ഥശാസ്ത്രയെക്കുറിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നന്നായിട്ട് വായിച്ച് നോക്കണം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ ചോദിച്ചിരിക്കുന്നതെന്ന് എപ്പോഴും ഉറപ്പ് വരുത്തിയിട്ട് വേണം ബാക്കി താഴത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാൻ. അപ്പോൾ ഇതിൽ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, അർത്ഥശാസ്ത്ര ഇസ് എ ട്രീറ്റൈസ് ഓൺ സ്റ്റേറ്റ് ക്രാഫ്റ്റ് ഫോർ എ കിങ് ആൻഡ് ഡിസ്കസസ് എ പൊട്ടൻഷ്യൽ നോട്ട് ആൻ ആക്ച്വൽ സ്റ്റേറ്റ്. അത് ശരിയാണ്, ആ ഓപ്ഷൻ കറക്റ്റാണ്. ഇനി സെക്കൻഡ് നോക്കി, ബി നോക്കിയേ, കൺസിസ്റ്റ് ഓഫ് 15 ബുക്സ്. അതും കറക്റ്റാണ്. 15 അധികരണാസ് ആണ് അർത്ഥശാസ്ത്രയിലുള്ളത്. അത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അത് പഠിച്ചു വെച്ചേക്കുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി അടുത്ത നോക്കി, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 18 ബുക്സ് അധികരണാസ്. അപ്പോൾ ഇത് പഠിക്കാതെ പോകുന്ന ഒരാൾക്ക് കൺഫ്യൂഷൻ വരും, ബി ആണോ സി ആണോ എന്ന്, അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ ഇതിൽ 15 ബുക്സ് ആണെന്ന് അറിയാവുന്ന ഒരാൾക്ക് അപ്പോഴേ ബി ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റും. സി എന്തായാലും ഇല്ല. നമുക്കെന്നെ അറിയാം, ഒരേപോലത്തെ 2 ഓപ്ഷൻ, ഇതിലേതോ ഒന്നാണ് കറക്റ്റ് അല്ല. അപ്പോൾ 18 ബുക്സ് അല്ല, 15 ബുക്സ് ആണ് ആൻസർ. ഇനി ഡി, ഇറ്റ് എക്സ്പ്ലെയിൻസ് അർത്ഥ ആസ് ദി സസ്റ്റനൻസ് ഓർ ലിവ്ലിഹുഡ് ഓഫ് മെൻ. അത് കറക്റ്റാണ്. അതിനിപ്പോൾ പോട്ടെ, നിങ്ങൾക്ക് ഡി അറിഞ്ഞുകൂടാന്ന് വെക്ക്. ഈ നോക്കിയേ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റുവൽ സോഴ്സ്. അങ്ങനെ എന്തായാലും വരത്തില്ല. അപ്പോൾ ഈ കംപ്ലീറ്റ്ലി അത് തെറ്റാണ്. അപ്പോൾ ഈ തെറ്റാണ്, നമുക്കറിയാം ഇയും സിയും തെറ്റാണെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് നോക്കി. ഇപ്പം ഫസ്റ്റ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി സി ഇല്ല എന്ന് അറിയുമ്പോൾ തന്നെ 1 and 2 നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുക. പിന്നെ 3യും 4ഉം ഉള്ളു. ഇതിൽ നമുക്കറിയാം ഇ ഇല്ല. അപ്പോഴത്തേക്ക് ഓപ്ഷൻ എന്തായിരിക്കും കറക്റ്റ് ആവുക? 3. ഓപ്ഷൻ 3 എ, ബി ആൻഡ് ഡി ഉള്ളിയാണ് ആൻസറായിട്ട് വരുന്നത്. നമുക്ക് എല്ലാം പഠിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല അല്ലേ? നമ്മൾ എലിമിനേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ആൻസറിലേക്ക് എത്തുക. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് ആൻസേഴ്സിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റണം. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 എ, ബി, ഡി ഉള്ളി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ജൂൺ 2025 ഷിഫ്റ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദി പ്രാഗ് പ്രശസ്തി ഓഫ് സമുദ്രഗുപ്ത ആർ കറക്റ്റ്? ഓക്കെ, ഇതിലും കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, ഇറ്റ് ഈസ് റിട്ടൺ ബോത്ത് ഇൻ വേഴ്സ് ആൻഡ് പ്രോസ്. അത് കറക്റ്റാണ്. ഓക്കെ, അടുത്ത ഓപ്ഷൻ ബി, ദ ഹോൾ പ്രശസ്തി കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ജൈജാൻറ്റിക് സെനൻസ്. അതും ശരിയാണ്. ഇനി സി നോക്കിയേ, പ്രശസ്തി ഡിസ്ക്രൈബ് സമുദ്രഗുപ്ത ആസ് എ ഗ്രേറ്റ് മ്യൂസിഷ്യൻ. അത് തെറ്റാണ്, ആ ഓപ്ഷൻ തെറ്റാണ് കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴത്തെ ഓപ്ഷൻ നോക്കിയത്, മിലിറ്ററി കോൺഗ്രസ് ഷോൺ ഹിയർ സെർവ്ഡ് ആസ് മോഡൽ ഫോർ കാളിദാസാസ് രഘുവംശ. അത് കറക്റ്റാണ്. കാളിദാസയുടെ രഘുവംശയ്ക്ക് മോഡലാവുന്ന ഈ ഒരു പ്രാഗ് പ്രശസ്തി എന്ന് പറയുമ്പോൾ അലഹാബാദ് പിലാർ ഇൻസ്ക്രിപ്ഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മിലിറ്ററി കോൺക്വസ്റ്റ് ആണ്, അത് കറക്റ്റാണ്. ഇനി ഓപ്ഷൻ ഇ ദ ഇൻസ്ക്രിപ്ഷൻ ഡിസ്ക്രൈബ് സമുദ്രഗുപ്താസ് സ്ട്രഗിൾ ടു അക്വയർ ദി ത്രോൺ. അത് തെറ്റാണ്. ഓപ്ഷൻ ഇ തെറ്റാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 എ, ബി, ഡി ഉള്ളി. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ടുഡേസ് PYQs. ഇതൊരു ചാർട്ടാണ്, ടേബിളാണ്. ഡിസംബർ 2025 ഷിഫ്റ്റിൽ ചോദിച്ചതാണ്. മെഗസ്തനീസ് കൊടുത്തിട്ടുണ്ട്, ഡിയോഡോറസ് കൊടുത്തിട്ടുണ്ട്, സ്ട്രാബോ, പ്ലിനി. ഇതിൻ്റെ ഓപ്പോസിറ്റ് കൊടുത്തിരിക്കുന്നത് ജോഗ്രഫി, നാച്ചുറൽസ് ഹിസ്റ്റോറിയ, ഇൻഡിക്ക, ബിബ്ലിയോതെക്ക ഹിസ്റ്റോറിയ. അപ്പോൾ ഇതിൽ മെഗസ്തനീസ് ഇൻഡിക്കയാണെന്ന് നമുക്കറിയാമല്ലോ, A3 ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ A3 2 ഓപ്ഷനിലുണ്ട് അല്ലേ? 3യും ഉണ്ട്, 4ഉം ഉണ്ട്. രണ്ടിലും A3 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷൻ എന്തായാലും നമുക്ക് ക്യാൻസൽ ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. 1ഉം 2ഉം അല്ല. പിന്നെ നമുക്ക് സ്ട്രാബോ അറിയാമെങ്കിൽ ഉറപ്പായിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. സ്ട്രാബോ ആണ് ജോഗ്രഫി എഴുതിയത് അല്ലേ? സ്ട്രാബോ ജോഗ്രഫി. അപ്പോൾ അതറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് C1, അപ്പം A3 C1 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ 4 ആണ്. ഇനി ബാക്കി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിയോഡോറസിൻ്റെ ആണ് ബിബ്ലിയോതെക്ക ഹിസ്റ്റോറിക്ക, പിന്നെ പ്ലിനി ദ എൽഡറിൻ്റെ ആണ് നാച്ചുറാലിസ് ഹിസ്റ്റോറിയ. അത് മിക്കവാറും അറിയാമായിരിക്കും എല്ലാവർക്കും, പ്ലിനിയുടേതും അറിയായിരിക്കും. ഡിയോഡോറസിൻ്റെ ചിലപ്പോൾ അറിയാൻ വഴിയില്ല, എന്നാലും ഇപ്പം ഞാനിത് ഇങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്താണ് ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ എത്തിയതില്ലേ. മെഗസ്തനീസ് നമ്മൾ ഇൻഡിക്കയാണെന്ന് നമുക്കറിയാമെങ്കിൽ, അതുപോലെ സ്ട്രാബോ ജോഗ്രഫി ആണെന്ന് അറിയാമെങ്കിൽ നമുക്കിത് എലിമിനേഷനിലൂടെ നമുക്കിതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 A3 B4 C1 D2.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരും ദിവസങ്ങളിൽ ഞാൻ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.